ഗുഡ് മോർണിംഗ്. ഞാൻ എബ്രഹാം ജേക്കബ്. നമ്മളുടെ ഇന്നത്തെ വിഷയം അൽഷിമേഷ്യ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അൽഷിമേഷ്യ. കൂടുതലും ഇത് പ്രായം ആയവരിലാണ് കണ്ടുവരാറുള്ളത്. അൽഷിമേഷ്യസ് രോഗം ഒരു ന്യൂറോ ഡിജക്റ്റീവ് രോഗമാണ്. തുടക്കത്തിൽ സാവധാനത്തിൽ ആരംഭിക്കുകയും ക്രമേണ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നു. ഉദാഹരണമായി ചെറിയ തോതിലുള്ള മറവി സംഭവിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ പോകേണ്ടതാണ്. അതുപോലെ തന്നെ പുളി, അതായത് വൈറ്റമിൻ സി അടങ്ങിയ നാരങ്ങ, ഓറഞ്ച് അതുപോലുള്ളത് ഫലപ്രദമാണ്. ആരംഭത്തിൽ ഇത് ഏകദേശം 60% മുതൽ 70% വരെ ഡിഫേഷൻ അഥവാ മറവികൾക്ക് കാരണമാകും. അൽഷിമേഴ്സ് ഈ ഡിഫൻസിയുടെ കുറവ് കൊണ്ട് തലച്ചോറിലുണ്ടാകുന്ന ഓർമ്മക്കുറവാണ്. അൽഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരിതസ്ഥിതി ഘടകവും ജനിതകമായ കാരണങ്ങളും ഉണ്ടെന്നാണ് നിഗമനം. ഉദാഹരണമായി തലയ്ക്ക് അമിതമായ രീതിയിൽ പരിക്കേറ്റ ചരിത്രം, വിഷാദം രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ ഒക്കെ ഈ രോഗാവസ്ഥയുടെ കാരണങ്ങൾ പെടാം എന്നാണ് നിഗമനം. തലച്ചോറിൽ ചില അസാധാരണമായ പ്രോട്ടീൻ അലിഞ്ഞുകൂടുന്നത് 1990 കണക്ക് പ്രകാരം ലോകമെമ്പാടും ഏകദേശം 50 ലക്ഷം ആളുകൾ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ഇരകളാണ്. ഇത് മിക്കപ്പോഴും 65 വയസ്സിന് മുകളിലുള്ളവരിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളെയാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ അടുത്തിടെ നടന്ന പഠനത്തിൽ പറയുന്നത് അടുത്ത കാലത്ത് നടന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കാണുക, പുളി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അത് ഒരു പരിധിവരെ അതിന് പരിഹാരമാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ശാരീരിക പരിപാലനം വളരെ ആവശ്യമാണ്. പോഷകാഹാരങ്ങൾ നൽകുക, നല്ല ഉറക്കം ലഭിക്കുവാനുള്ള സാഹചര്യം രോഗിക്ക് ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.